ഇനി തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. സമ്മേളനം ആരംഭിച്ച ഉടൻ തന്നെ പ്രതിഷേധവുമായി പ്രതിപക്ഷം എത്തി നടുത്തളത്തിൽ മുദ്രാവാക്യം വിളിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. പവർ കട്ടില് ഉൽപാദന മേഖലയിൽ 2160 മെഗാവാട്ട് ഉൽപാദനം നടത്തിയിട്ടുണ്ട്. അതേപോലെ പകൽ സമയത്ത് ആദ്യമായി വൈദ്യുതിക്ക് ചാർജ് കമ്മിയാക്കിയത് കേരളത്തിലാണ്, ഇന്ത്യയിൽ തന്നെ. അതുകൊണ്ടാണ് സാർ ഈ വൈദ്യുതി ഉൽപാദന മേഖല അത് ഹൈഡ്രൽ പ്രോജക്ട് 171 മെഗാവാട്ട് ഇപ്പോൾ പള്ളിവാസൽ 2-ാം തീയതി ഉദ്ഘാടനം നടത്താനും അതുകൊണ്ടാണ് നമുക്ക് കമ്മിയാക്കാൻ സാധിക്കും. സാർ, വൈദ്യുതി മേഖലയിൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ വ്യക്തമാക്കാം. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാർ, ഞാൻ നേരത്തെ പറഞ്ഞു, സോളാറിൽ 2100 മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചു. ഹൈഡ്രൽ പ്രോജക്റ്റുകളിൽ 171 മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചു. പള്ളിവാസൽ 2-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്താൻ പോവുകയാണ്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ചുമതലപ്പെടുത്തിയ പ്രകാരം അഡ്വക്കേറ്റ് പ്രേംകുമാർ. സർ, ശബരിമലയിൽ അവിടെയുള്ള വാജിവാഹനം കൈമാറിയതിലും കോൺക്രീറ്റിന്റെ കൊടിമരം അത് ചെതലരിച്ചു പോയി എന്ന് പറഞ്ഞ് കൊള്ള നടത്തിയവർ ഇന്ന് നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാടിനു വേണ്ട നിയമങ്ങളാകെ നിർമ്മിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ നടത്തുന്ന ഈ സമരാഭാസം കേരളീയ സമൂഹം തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിൽ സൗരോർജ വൈദ്യുതി ഉൽപാദനത്തിൽ രാജ്യത്തിന് മാതൃകയാണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് അങ്ങക്ക് വിശദീകരിക്കാം. സാർ, വളരെ താല്പര്യമെടുത്ത് ഇലക്ട്രിസിറ്റി ബോർഡും എനർക്കും വളരെ താല്പര്യമെടുത്താണ് ഇതിനു വേണ്ടി മുൻകൈ എടുത്തത്. 2100 കേരളത്തിൽ തന്നെ 2-ാമത്തെ സംസ്ഥാനമാണ് സൗരോർജത്തിന്. അതേപോലെ ബാറ്ററി സ്റ്റോറേജും കൂടി ഇപ്പൊ 500 മെഗാവാട്ടിന്റെ ബാറ്ററി സ്റ്റോറേജും കാസർഗോഡ് വെക്കാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പീക്ക് അവറിലും അതിന്റെ ഗുണം കിട്ടും. പിന്നെ ഹൈഡ്രൽ പ്രോജക്റ്റുകളെല്ലാം എല്ലാം തന്നെ നമ്മൾ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തി പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തലാണ്. ശ്രീ പി സുമോദ്. സർ, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ കോൺഗ്രസ് ഇപ്പൊ ഇവിടെ നിയമനിർമ്മാണം നടത്തുന്ന ഈ സഭയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ഖേദകരമാണ് സാർ. സാറിന്റെ ചോദ്യം, സംസ്ഥാനത്തെ വൈദ്യുത വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി നിയമസഭാ സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. ആരംഭിച്ച അപ്പോൾ തന്നെ പ്രതിഷേധവുമായി പ്രതിപക്ഷം എത്തിയിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഭരണപക്ഷ MLA-മാരും ഇത്തരത്തിലൊരു പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ടാണ് സഭയിലുള്ളത്. വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് ശങ്കരങ്ങളുണ്ട്. പ്രശാന്ത്, നമുക്കറിയാം ഇന്ന് സഭ ചേരുമ്പോൾ തന്നെ പ്രതിഷേധം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു തരത്തിൽ പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷം തന്നെ ഈ ഒരു ശബരിമല വിഷയം ചർച്ചയാക്കുകയാണ്. അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രമടക്കമുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് ഭരണപക്ഷ MLA-മാർ സഭയിലുള്ളത്. നിലവിലെ സാഹചര്യം എന്തൊക്കെയാണ്? സമ്മേളനം ആരംഭിച്ച ഉടൻ തന്നെ സ്പീക്കർ എത്തിയ ഉടൻ തന്നെ പ്രതിഷേധവുമായി പ്രതിപക്ഷ MLA-മാർ രംഗത്തെത്തി. പ്രതിഷേധം ആരംഭിക്കാൻ തുടങ്ങി. തുടർന്ന് സഭയുടെ നടുത്തളത്തിലേക്ക് വരികയും അവിടെ കുത്തിയിരുന്ന പ്രതിഷേധിക്കുകയും ചെയ്തു. പ്രതിപക്ഷ MLA-മാർ ശബരിമല സ്വർണ്ണക്കവർച്ച അടക്കമുള്ള വിഷയം ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോഴും പ്രതിഷേധിക്കുന്നത്. സഭയുടെ നടുത്തളത്തിൽ പ്രതിഷേധിക്കുകയാണ്, അവിടെ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ആദ്യം ചോദ്യോത്തരവേള ആരംഭിച്ച ഉടൻ തന്നെ ഇത്തരത്തിൽ തങ്ങൾ പ്രതിഷേധിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രതിഷേധിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോഴും സഭയുടെ നടുത്തളത്തിൽ കുത്തിയിരുന്നുകൊണ്ട് സ്പീക്കറുടെ ഡയസിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിപക്ഷ MLA-മാർ നടത്തുന്ന പ്രതിഷേധം തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ സഭാ സമ്മേളന കാലത്തിലെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടതാണ്. സഭ പ്രക്ഷുബ്ധമാവുന്നത് കണ്ടതാണ്. സമാനമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും സഭാ സമ്മേളനം തുടരുമ്പോൾ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സഭ സമ്മേളിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും സഭയിൽ തുടരുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രതിപക്ഷ MLA-മാർ പ്രതിഷേധിക്കുമ്പോൾ അതിനെ പ്രതിപക്ഷത്തെ എതിർത്തുകൊണ്ട് ഭരണപക്ഷ MLA-മാരും പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. കാരണം സ്വർണം കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ മുഖ്യ സൂത്രധാരൻ അല്ലെങ്കിൽ മുഖ്യ പ്രതിയെന്ന് ഇപ്പോൾ നിലവിൽ കണക്കാക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ പോസ്റ്റർ അടിച്ച് പ്ലക്കാർഡുകളാക്കിയിട്ട് ആ പ്ലക്കാർഡിൽ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. KN ബാലഗോപാൽ MLA സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ധനമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുന്നു, വലിയ രീതിയിൽ പ്രതിഷേധം തുടരുന്നു. സോണിയാഗാന്ധിയുമായുള്ള ചിത്രങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷത്തെ എതിർക്കുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുന്നു. എന്തായാലും സഭാ സമ്മേളനങ്ങളിൽ
ഈ 15ാം കേരള നിയമസഭയുടെ സമ്മേളനങ്ങളെല്ലാം പ്രക്ഷുബ്ധമായിരുന്നു. സ്വർണ്ണക്കവർച്ച വന്നതിന് ശേഷം കഴിഞ്ഞ സമ്മേളനകാലവും സമാന സാഹചര്യമായിരുന്നു, ഇപ്പോഴും സമാന സാഹചര്യമായിരുന്നു. ഈ സഭാ സമ്മേളനം തുടങ്ങിയ ശേഷം ബജറ്റ് പ്രഖ്യാപനത്തിലും നയപ്രസംഗത്തിലും മാത്രമാണ്, ഈ നയപ്രഖ്യാപന സമയത്ത് മാത്രമാണ് അല്പമെങ്കിലും ആശ്വാസം, അതായത് അല്പം ഈ പ്രതിഷേധങ്ങൾ ഇല്ലായിരുന്നത്. അത് ഈ നയപ്രഖ്യാപന സമയത്തും അതോടൊപ്പം തന്നെ ബജറ്റ് അവതരണ സമയത്തും മാത്രമാണ്. തുടർന്നുള്ള എല്ലാ സമ്മേളനത്തിലും സഭ സമ്മേളിക്കുമ്പോഴെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും. ചോദ്യോത്തര വേള ആരംഭിച്ച ഉടൻ തന്നെ പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തു. പ്രതിപക്ഷം തങ്ങൾ പ്രതിഷേധിക്കുകയാണെന്ന് അറിയിച്ചുകൊണ്ട് തന്നെ പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ 2 MLA-മാർ സഭയിൽ സത്യാഗ്രഹം ഇരിക്കുന്നുണ്ടായിരുന്നു. തുടർന്നും അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ അത് അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപിക്കുകയാണ്. കാരണം SITയുടെ അന്വേഷണം കാര്യക്ഷമമല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പത്മകുമാറിനെയും അടക്കമുള്ളവർ അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല. അന്വേഷണം കാര്യക്ഷമമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അടക്കം ഇടപെടുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും പ്രതിഷേധം നടത്തുകയും ചെയ്തത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമാണ് സഭ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സഭാ സമ്മേളനം കഴിഞ്ഞ 20-ാം തീയതി ആരംഭിച്ച സഭ ഇടയ്ക്ക് ഒരു വിശ്രമം എടുത്തിരുന്നു, കുറച്ച് അവധി എടുത്തിരുന്നു. അവധിയെടുത്ത ശേഷമാണ് വീണ്ടും ഇന്ന് 23-ാം തീയതി സമ്മേളിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 20-ാം തീയതിയാണ് സഭാ സമ്മേളനം ആരംഭിച്ചത്. അതിന് ശേഷമാണ് പിന്നീട് വ്യക്തമാണ് പ്രശാന്ത്. നിയമസഭാ സമ്മേളനം പുനരാരംഭിച്ചിരിക്കുകയാണ്. സമ്മേളനം ആരംഭിച്ചുടൻ തന്നെ പ്രതിഷേധവുമായി പ്രതിപക്ഷം എത്തി നടുത്തളത്തിൽ മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രതിപക്ഷ MLA-മാർ. അതോടൊപ്പം തന്നെ ഭരണപക്ഷ MLA-മാരും ഇത്തരത്തിൽ പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് തമ്മിൽ പഴിചാറുകയാണ്. സ്വർണ്ണക്കവർച്ച കേസിൽ എന്തൊക്കെയായാലും പ്രതിപക്ഷം സഭാ സമ്മേളനം വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.